നമസ്കാരം, ഞാൻ ഡോക്ടർ സമീന. പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിലെ ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജനാണ്. ഒരു ചെറിയ വീക്കം എന്ന് കരുതി എപ്പോഴും നമ്മൾ അവഗണിക്കുന്ന ഒരു അസുഖമാണ് ഹെർണിയ. ഹെർണിയ അഥവാ കുടലിറക്കം എന്ന് പറയുന്ന അസുഖം ശരീരത്തിൻ്റെ ബലഹീനമായ ഭാഗങ്ങളിലൂടെ ഉള്ളിലുള്ള ആന്തരികാവയവങ്ങളായ കുടല്, അതിനു ചുറ്റുമുള്ള പാട പോലെയുള്ള ഭാഗങ്ങൾ തള്ളി വരുന്നതാണ് ഹെർണിയ എന്ന് പറയുന്നത്. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഹെർണിയ കാണാറുണ്ട്. കോമൺ ആയിട്ട് വയറിൻ്റെ ഭാഗത്ത്, പൊക്കിളിൻ്റെ ഭാഗത്ത് കാണുന്ന അംബിലിക്കൽ ഹെർണിയ, ഗ്രോയിൻ റീജിയനിൽ കാണുന്ന ഇൻഗോയിനൽ ഹെർണിയകൾ, ഫെമറൽ ഹെർണിയകൾ, പിന്നെ പഴയ സർജറി കഴിഞ്ഞ് സ്കാറിൻ്റെ ഭാഗത്ത് അവിടെ വരുന്ന ചെറിയ വീക്കനിങ്ങിലൂടെ തള്ളി വരുന്ന ഹെർണിയകൾ, അതിനെ നമ്മൾ ഇൻസിഷണൽ ഹെർണിയ എന്ന് പറയും. കുറേ കാലങ്ങളായിട്ടുള്ള ഹെർണിയകളിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തള്ളി വരുന്ന സ്ട്രക്ചേഴ്സ് ഇതിന് ചുറ്റുമുള്ള ഡിഫക്റ്റിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥ. അങ്ങനെ കുറേ കാലം അങ്ങനെ നിൽക്കുന്ന സമയത്ത് അതിൽ നീര് വരുന്നു, അതിലോട്ടുള്ള രക്തോട്ടം ഇല്ലാതെയാവുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ തള്ളി വരുന്ന മുഴ കുറച്ചും കൂടെ ഹാർഡായിട്ട് മാറുന്നു. തൊട്ട് നോക്കുന്ന സമയത്ത് കടുത്ത വേദന, അതുപോലെ തന്നെ ഛർദിൽ, വയറ് വീർത്ത് വരിക, മലബന്ധം വരിക, ഇതെല്ലാം എമർജൻസി അവസ്ഥകളാണ്. ഹെർണിയയെ ഒരു ചെറിയ മുഴ എന്നുള്ള രീതിയിൽ നിസ്സാരവൽക്കരിക്കാതെ നിങ്ങളുടെ അടുത്തുള്ള സർജനുമായി ബന്ധപ്പെട്ട് അതിനാവശ്യമായ പരിശോധനകൾ വിധേയമാകുകയും ആവശ്യമായ ചികിത്സ തേടുകയും ചെയ്യേണ്ടതാണ്.